അലി റളിയല്ലാഹു അൻഹുവും ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്വഹാബിമാരുടെ കാലത്ത്. മഅറഖത്തുൽ ജമൽ ഉണ്ടായി. പക്ഷേ നമ്മൾ ആരും ഒരു സ്വഹാബിയെയും അതിൽ ചീത്ത പറയാൻ പാടില്ല. ഹാഷാ ലില്ലാഹ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. കുല്ലുഹും മുസീബൂൻ, എല്ലാവരും ചെയ്തത് സത്യമാണ്. കുല്ലുഹും ഇജ്തഹദ് വലിമൻ അസ്വാബ അജ്റാൻ വലിമൻ അഖ്തഅ അജ്ർ. അതിൽ സത്യം കണ്ടെത്തിയവർക്ക് 2 കൂലിയുണ്ട്, ഇജ്തിഹാദിൽ പിഴച്ചവർക്ക് 1 കൂലിയുണ്ട്. എന്നാൽ കൂലിയില്ലാത്തവരായി ആരുമില്ല. 2 സ്വഹാബിമാർ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു സൈന്യത്തെ നയിക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ ചില രാഷ്ട്രീയക്കാർ അതിന് ഇടക്ക് കടന്ന് കളിച്ചിട്ടുണ്ട്, ഖവാരിജുകൾ. ആ ചരിത്രത്തിന്റെ ദയനീയമായ വശങ്ങളിലേക്ക് ഞാൻ പോവുകയല്ല, സമയമില്ല. പക്ഷേ അലി റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷം ഒരു ഭാഗത്തും, ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹി തങ്ങളുടെ പക്ഷം മറ്റൊരു ഭാഗത്തും. അവിടെയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുള്ളത്. സുബൈർ ഇബ്നുൽ അവ്വാം എന്നവർ ഹവാരിയു റസൂലില്ലാഹ് അവിടെയാണ്. അശ്റത്തുൽ മുബശ്ശിരീൻപ്പെട്ട ആളല്ലേ? സഅദിൻ സഈദിൻ സുബൈറിൻ ത്വൽഹത്തിൻ വഅബി. ആ സുബൈർ ഇബ്നുൽ അവ്വാം, ത്വൽഹ റളിയല്ലാഹു ഇവരൊക്കെ അലി തങ്ങളുടെ എതിർപക്ഷത്തായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അലി റളിയല്ലാഹു അൻഹു പുറത്തു യുദ്ധം നടന്നു. ആര് വഫാത്തായി? ത്വൽഹ റളിയല്ലാഹു അൻഹു ഷഹീദായി ആ യുദ്ധത്തിൽ. അലി തങ്ങൾക്ക് വലിയ വിഷമമുണ്ടായില്ലേ, വേദന ഉണ്ടായി. യുദ്ധം കഴിഞ്ഞപ്പോ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എങ്കിലും ഷഹീദായി കിടക്കുന്നുണ്ടോ എന്ന് നോക്കി. യുദ്ധം കഴിഞ്ഞിരിക്കാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല, യുദ്ധക്കളത്തിലില്ല. അപ്പൊ നോക്കുമ്പോ മഹാൻ യുദ്ധക്കളം വിട്ട് ഓടിപ്പോയിരുന്നു. പക്ഷേ ഏതോ ഒരു ദുഷ്ടൻ ആ മഹാന്റെ നേരെ അമ്പെറിഞ്ഞു, കുന്തമെറിഞ്ഞു, നെഞ്ചത്ത് തട്ടി ഷഹീദായി വീണു. ചോരയൊലിച്ച് കിടക്കാൻ നോക്കുമ്പോ ഒരു താഴ്വരയുടെ ഭാഗത്ത് മണ്ണിലിങ്ങനെ നെഞ്ചത്ത് മുറിവേറ്റ് മരിച്ചു കിടക്കാണ്, ഷഹീദായി കിടക്കാണ് ത്വൽഹ റളിയല്ലാഹു. സ്വർഗത്തിലേക്ക് പോകുമെന്ന് നബി തങ്ങൾ പറഞ്ഞ സ്വഹാബിമാരാണ്. അതിലൊന്നും പ്രശ്നമില്ല, അവർ ഷഹീദായി മരിക്കാനാണ് യോഗം. ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദാണ്. ശത്രു കുത്തിയതല്ലേ, വയറ്റത്തിന് കുത്തിയതല്ലേ ഉമർ തങ്ങളെ. അലി റളിയല്ലാഹു അൻഹു ശത്രുവിന്റെ കുത്തേറ്റ് മരിച്ചതാണ്, ഷഹീദാണ്. അവരൊക്കെ അശ്റത്തുൽ മുബശ്ശിരീങ്ങൾ. ഉസ്മാൻ റളിയല്ലാഹു ബ്രൂട്ടൽ കില്ലിംഗ് എന്ന് പറയാം. അറബ് ലോകത്ത് പോലും അത്രയും ക്രൂരമായ കൊലപാതകം ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ കൊലപാതകമാണ് അന്നത്തെ ചില ദുഷ്ടന്മാരായ രാഷ്ട്രീയക്കാർ മഹാനായ ഉസ്മാൻ തങ്ങളോട് ചെയ്തത്. പക്ഷേ ഹബീബിന്റെ പുതിയാപ്പിളയല്ലേ, ദുന്നൂറൈൻ, 2 പ്രകാശങ്ങളുടെ ആൾ. ഹബീബിന്റെ 2 പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ ഭാഗ്യമുണ്ടായി. ഒരു മോള് വഫാത്തായി, അടുത്ത മോളെ നബി കെട്ടിച്ചെടുത്തു. അങ്ങനത്തെ നബിയുടെ 2 മക്കളുടെ പുതിയാപ്പിളയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ. അവരൊക്കെ ശുഹദാക്കളാണ്. അതിനൊന്നും പ്രശ്നമില്ല. അങ്ങനെ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് എന്താ? അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിച്ചാൽ എന്ത് പ്രശ്നം? ത്വൽഹ റളിയല്ലാഹു അൻഹു മണ്ണിൽ പുതഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോ അലി റളിയല്ലാഹു അൻഹു അരികത്തേക്ക് വന്നുകൊണ്ട് ആ മഹാന്റെ മുഖത്തിന്റെ അരികത്തിരുന്നു. കൈകൊണ്ട് ഇങ്ങനെ മണ്ണ് തട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, യഇസ്സു അലയ്യ അബാ മുഹമ്മദ് അൻ അറാക മുജന്ദലൻ ഫീ ബുതൂനിൽ ഔദിയ. ത്വൽഹ, ഈ താഴ്വരയിൽ മണ്ണിൽ കിടന്ന് നിങ്ങൾ ഈ മരിച്ചു കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് വേദന തോന്നുന്നുണ്ട്. ത്വൽഹ, ആരാണാവോ നിങ്ങൾക്കെതിരെ അമ്പെയ്തത്? ആരാണാവോ കുന്തമെറിഞ്ഞത്? ത്വൽഹ, നർജൂ, ഞാൻ കൊതിച്ചു പോവുകയാണ്. ത്വൽഹ, അന്നകൂന മിമ്മൻ ഖാല അല്ലാഹു ഫീഹിം വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാനൻ അലാ സുറുരിൻ മുതഖാബിലീൻ. ആ മുഖത്തെ മണ്ണിങ്ങനെ കൈകൊണ്ട് തടവിയിട്ട് പറയുന്നു, ത്വൽഹ, അലിയാ, എനിക്ക് നിങ്ങളോടൊരു വെറുപ്പുമില്ല. ത്വൽഹ, ഒരു വെറുപ്പുമില്ല. അപ്പോഴാണ് ത്വൽഹ തങ്ങളുടെ മകൻ വരുന്നു, അലി ഇബ്നു ത്വൽഹ. അലിയെ എന്ന് വിളിച്ചു. അലിയാര്? അതൊരു അലിയാണ്. ത്വൽഹ തങ്ങളുടെ മകന്റെ പേര് അലി എന്നാണ്. അലി ഇബ്നു ത്വൽഹ. യാ അലി തആൽ, മോനെ വാ എന്ന് പറഞ്ഞ് ഖലീഫയായ അല്ലാഹുവിന്റെ റസൂലിന്റെ പുതിയാപ്പിളയായ അലി റളിയല്ലാഹു അൻഹു കെട്ടിപ്പിടിച്ചു. എന്ത് വിഷമുണ്ടെങ്കിലും ഒന്ന് ആഞ്ഞു പിടിച്ചൊന്ന് സലാം പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളെ ഉണ്ടാവുള്ളൂ. പക്ഷെ 2 കൂട്ടരും ശ്വാസം പിടിച്ച് നടക്കും. ഒന്ന് ചെന്ന് മാപ്പ് പറയാനോ ഒന്ന് കൈപിടിച്ച് നന്നാവാനോ നമ്മൾ തയ്യാറാവില്ല. ഒറ്റ കാര്യം പറയട്ടെ,
തെറ്റി നടക്കുന്ന ആണോ പെണ്ണോ അവരുടെ നിസ്കാരവും അവരുടെ സുന്നത്ത് നോമ്പ് അവരുടെ ഫർള് അല്ലാഹു സ്വീകരിക്കുന്നില്ല. മനസ്സിലാക്കണം. അവര് മസ്ലഹത്തായി നന്നാവട്ടെ, അതുവരെ അവിടെ കടന്നോട്ടെ അവരുടെ അമലുകൾ, എനിക്ക് വേണ്ട എന്ന് അല്ലാഹു പറയുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാം സഫിൽ പോയിരിക്കുന്നുണ്ട്, പക്ഷേ എളാപ്പനോട് അഞ്ചനോട് തെറ്റാണ്, വാപ്പാനോട് തെറ്റാണ്, മുത്താപ്പനോട് ഒരു കാര്യമില്ല. 3 ദിവസം പിണങ്ങാൻ അനുവാദമുണ്ട്. ചില കേസുകൾ പിണങ്ങാതിരിക്കാൻ പറ്റാത്ത കേസ് ഉണ്ടാവും. പിണക്കം 3 ദിവസം, അതിലേറെ പിണങ്ങാൻ പറ്റില്ല എന്നാണ്. 3 ദിവസത്തിലേറെ മിണ്ടാണ്ടിരിക്കാൻ പാടില്ല. ഭാര്യ ഭർത്താവ് അങ്ങനെയാണ്. വെറുതെ ഉമ്മി വാപ്പി 2 റൂമിൽ കിടന്നിറങ്ങുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. മിണ്ടാത്തവര് പരസ്പരം അടിപിടിയാണ്. ഉമ്മി വാപ്പി വയസ്സ് 60 കഴിഞ്ഞിട്ടുണ്ട് രണ്ടാൾക്കും, ഇപ്പോഴും കുട്ടികളിയാണ്, രണ്ടാളും നന്നായിട്ടില്ല. മക്കളുടെ മുമ്പിൽ പിണക്കമ്മ. ഉമ്മ പറഞ്ഞു വാപ്പാക്കും പിടിക്കൂല, വാപ്പ പറഞ്ഞു ഉമ്മാക്കും പിടിക്കൂല. അങ്ങനെ വാപ്പി ഉമ്മയും ദേഷ്യത്തിൽ, 2 പേര് 2 റൂമിൽ, കണ്ടാ മുണ്ടുക പോലുമില്ല, ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. എന്ത് കാര്യം? 2 പേരുടെയും സ്വർഗ്ഗാണ് നഷ്ടമാണ്. വാശി നടക്കും, സ്വർഗം കിട്ടുമോ? കിട്ടൂല. വാശി നടക്കും, അള്ളാന്റെ കോപമാണ് അവിടെ ഇറങ്ങുന്നത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം അതിനാ പറയുന്നത്. യഅ്സു അലയ്യ അബാ മുഹമ്മദ്, അബൂ മുഹമ്മദ് എന്ന് പറയുന്ന ത്വൽഹ തങ്ങളെയാണ്. ത്വൽഹ, നിങ്ങൾ ഇങ്ങനെ മണ്ണിൽ കിടന്ന് മരിക്കേണ്ടവരായിരുന്നില്ല. എനിക്ക് വലിയ വേദന തോന്നുന്നുണ്ട്. അന്നറാക മുജൻജലൻ ഫീ ബുതൂനിൽ ഔദിയ, ഈ താഴ്വാരങ്ങളിൽ നിങ്ങൾ ഓടി വന്നപ്പോ, യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോയ നേരത്ത് മണ്ണിൽ പുരണ്ടി കിടക്കുന്ന കാഴ്ച കാണുമ്പോൾ എനിക്ക് വേദനയുണ്ട്. അബൂ ത്വൽഹ ഇബ്നു ഉബൈദില്ലാഹ് മോനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് പറഞ്ഞത്, മോനെ എനിക്ക് നിന്റെ വാപ്പയോട് ഒരു വെറുപ്പുമില്ല മോനെ, വാപ്പാക്ക് എന്നോടും അത് ഉണ്ടാകില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെയും നിന്റെ വാപ്പയെയും അല്ലാഹു സ്വർഗ്ഗലോകത്തെ മനുഷ്യരെ പറ്റി പറഞ്ഞില്ലേ ഒരായത്തിൽ? ആ ആയത്തിൽ, സൂറത്തുൽ ഹിജ്റിൽ, ആ ആയത്തിൽ പറഞ്ഞ പോലെ വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാനൻ അലാ സുറുരിൻ മുതഖാബിലീൻ. നാളെ സ്വർഗത്തിലേക്ക് കടന്നു വരുന്നവരുടെ ഹൃദയത്തിൽ വെറുപ്പുണ്ടാവില്ല. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ, വെറുപ്പോ ദേഷ്യമോ ഒരു സ്വർഗവാസിയുടെ കൽബിലും ഉണ്ടാവുകയില്ല. അതെല്ലാം അല്ലാഹു പറിച്ചെടുത്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കുന്ന, പറിച്ചെടുത്ത് ഒരു വെറുപ്പ് സ്വർഗത്തിൽ തോന്നൂല, ഒരു അസൂയ തോന്നൂല ഒരാളോട്. വല്ലാത്തൊരു മനസ്സായിരിക്കൂലേ. നസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ, മനുഷ്യരുടെ ഹൃദയങ്ങളിലെ സർവ്വ വെറുപ്പും അല്ലാഹു എടുത്തു കളയും. എന്നിട്ടാ സ്വർഗത്ത് കടത്തുന്നത്.